മകം, പൂരം, ഉത്രം, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം ഉൾപ്പെടുന്ന 3 രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾക്കും മാറ്റം സംഭവിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത തരത്തിലുള്ള ചില പ്രത്യേക കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാനും പോകുന്ന ഒരു ദിവസമാണ് ജൂൺ 6-ാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. വേദജ്യോതിഷ പ്രകാരം നോക്കുമ്പോൾ വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ഒരു സമയമാണ് വരുവാൻ പോകുന്നത്. അതായത് 18 വർഷങ്ങൾക്ക് ശേഷം കേതുവും ബുധനും സംഗമിക്കുവാൻ പോവുകയാണ്. ഈ 2 ഗ്രഹങ്ങളുടെയും സംയോഗം കൊണ്ട് ഇന്നത്തെ അധ്യായത്തിൽ പറയുവാൻ പോകുന്ന ഈ 9 നക്ഷത്രക്കാരായിട്ടുള്ള 3 രാശിക്കാർക്ക് ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില കാര്യങ്ങളായിരിക്കും. അപ്പോൾ കേതുവും ബുധനും സംഗമിക്കുന്നതിൻ്റെ ഫലമായി ജൂൺ 6-ാം തീയതി വെള്ളിയാഴ്ച ഈ 3 രാശിക്കാരുടെയും ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ആദ്യമായി കേതുവിൻ്റെയും ബുധൻ്റെയും 18 വർഷങ്ങൾക്ക് ശേഷമുള്ള സംയോഗ ഫലമായി ജൂൺ 6-ാം തീയതി വെള്ളിയാഴ്ച ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രഹങ്ങളുടെ സംയോഗ ഫലമായി ജൂൺ 6-ാം തീയതി വെള്ളിയാഴ്ച മുതൽ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയുവാൻ കഴിയും. ഇപ്പോൾ പല ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളും വളരെയധികം സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾ കടം കൊടുത്തവർ പോലും നിങ്ങൾക്ക് തിരികെ തരാത്ത അവസ്ഥയാണ് നിങ്ങൾ നേരിടുന്നത്. മാത്രമല്ല അതിലേറെ പണം മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുത്തു തീർക്കുവാനുമുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള നിരവധി വ്യക്തികൾ ഒരു മനസമാധാനവും ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയാത്ത തരത്തിൽ വളരെയധികം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും വളരെയധികം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളും ഇതിൽ വരുന്നുണ്ട്. എന്നാൽ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റെയും കേതുവിൻ്റെയും സംയോഗ ഫലമായി നിങ്ങളുടെ വരുമാന മേഖലകളിൽ വളരെ വലിയ ഉയർച്ചകളാണ് വരുവാൻ പോകുന്നത്. ഇത് വളരെ വലിയ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മാത്രമല്ല, ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങൾ ചെയ്യുന്നവർക്കും വസ്തു കച്ചവടം പോലെയുള്ള ജോലികൾ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള കർമ്മ മേഖലകളിൽപ്പെട്ടവർക്കും വളരെ മികച്ച രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഉണ്ടാകും. മാത്രമല്ല ജീവിതത്തിൽ വളരെയധികം കഷ്ടതകളും പ്രതിസന്ധികളും വന്നുകൊണ്ടേയിരിക്കുന്നതിനാൽ വളരെയധികം ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച അവസ്ഥയിലൂടെ കടന്നു പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ജൂൺ 6-ാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ബലപ്പെടുത്തുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നതുമായും ഫലത്തിൽ കാണുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ശുഭകരമായ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിലൂടെ ആവാം. ഇനി അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മറ്റാരോടും
തുറന്നു പറയുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് വളരെയധികം കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരികയും അതുപോലെ തന്നെ പരിഹാസം നിറഞ്ഞ ചിരികൾ കാണേണ്ടി വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നവർ. എന്നാൽ എന്ത് കാരണം കൊണ്ടാണോ നിങ്ങൾക്ക് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്, ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുവാനുള്ള യോഗവും ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ കൊണ്ട് പരസ്പരം അകന്നു കഴിയുന്ന ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള ഭാര്യാഭർത്താക്കന്മാരുണ്ട്. വിവാഹം വേർപിരിയലിൻ്റെ വക്കിൽ വരെ ചെന്ന് നിൽക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളത്. എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തൊരു കാര്യമാണെങ്കിലും അത് നിങ്ങൾക്ക് ഗുണകരമായി മാത്രമായിരിക്കും വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. മാത്രമല്ല, ഈ ഗ്രഹങ്ങളുടെ സംയോഗം നടക്കുന്ന സമയത്ത് ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ആരോഗ്യസ്ഥിതിയും ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥയിൽ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. എന്തുകൊണ്ടും ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ജൂൺ 6-ാം തീയതി വെള്ളിയാഴ്ച മുതൽ അങ്ങോട്ടുള്ള സമയം വളരെയധികം പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന സമയമായിരിക്കും. ഇനി രണ്ടാമതായി, കേതുവിൻ്റെയും ബുധൻ്റെയും സംയോഗഫലമായി വളരെയധികം ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ജൂൺ 6-ാം തീയതി വെള്ളിയാഴ്ചയോടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ജീവിതത്തിൽ വളരെയധികം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളായിട്ട് ചെയ്യേണ്ട പല കടമകളും കൃത്യമായി വളരെയധികം വൃത്തിയോടെ ചെയ്തു തീർക്കുവാൻ കഴിയുകയും ചെയ്യും. അതിന് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്ന സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ കണ്ടെത്തും എന്ന് ചിന്തിച്ച് നിങ്ങൾ ഇപ്പോൾ മനസ്സ് വിഷമിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേയില്ല. കാരണം ഈ ഗ്രഹങ്ങളുടെ സംയോഗം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ രീതിയിലുള്ള നേട്ടങ്ങളാണ് നൽകുവാൻ പോകുന്നത്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള എന്തൊക്കെ ആവശ്യങ്ങളാണോ ഇപ്പോൾ നിലനിൽക്കുന്നത് അതെല്ലാം കൃത്യസമയത്ത് പരിഹരിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള സാമ്പത്തിക നേട്ടം നിങ്ങൾക്കുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. നടക്കില്ല എന്ന് കരുതിയ കാര്യം പോലും എങ്ങനെ കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുന്ന തരത്തിലുള്ള ഭാഗ്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്നത്. ഇനി അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് സമൂഹത്തിൽ നിന്ന് നിങ്ങളിലേക്ക് ചില അംഗീകാരങ്ങൾ ലഭിക്കുകയും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നിങ്ങൾക്ക് തലയുയർത്തി നടക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുകയും ചെയ്യുന്ന സമയം കൂടിയാണ് ഇത്. പ്രത്യേകിച്ച് ഇത് വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികളുടെ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനം നിറഞ്ഞ നിമിഷങ്ങളായിരിക്കും വന്നെത്തുവാൻ പോകുന്നത്. മാത്രമല്ല, വൃശ്ചികം രാശിക്കാർക്ക് നിങ്ങളുടെ കർമ്മ മേഖലയിലും ഏറ്റവും മികച്ച നേട്ടങ്ങൾ തന്നെ ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുടുംബജീവിതത്തിൽ സന്തോഷവും മനസ്സമാധാനവും മികച്ച ആരോഗ്യവും കൈവരിക്കുവാൻ കഴിയുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത്. ഇനി അവസാനമായി ബുധൻ്റെയും കേതുവിൻ്റെയും സംയോഗഫലമായി ജൂൺ 6-ാം തീയതി വെള്ളിയാഴ്ച ജീവിതത്തിൽ നിരവധി ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള മഹാഭാഗ്യം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ രാശിചക്രത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതായത് ജീവിതത്തിൽ ശരിക്കും തോറ്റുപോയ അവസ്ഥയിൽ നിൽക്കുന്ന നിരവധി ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട്. എന്നാൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതകൾ
എത്ര കാഠിന്യമേറിയതാണെങ്കിലും ഈ ഒരു സമയത്ത് പല കോണിൽ നിന്നും നിങ്ങളെ ഭാഗ്യം തേടിയെത്തുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും. മാത്രമല്ല, ജൂൺ 6-ാം തീയതി വെള്ളിയാഴ്ച നിങ്ങൾക്ക് ചില ദൂരയാത്രകൾ ചെയ്യുവാൻ കഴിയുകയും അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില നേട്ടങ്ങൾ വന്നു ചേരുവാൻ പോകുന്നതുമായും ഫലത്തിൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഈ ഗ്രഹസംയോഗം കൊണ്ട് ഉണ്ടാകും. ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ധനുരാശിക്കാരായിട്ടുള്ള ചില വ്യക്തികളിൽ വിവാഹത്തിന് വളരെയധികം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിരുന്ന വ്യക്തികൾക്കൊക്കെ വിവാഹത്തിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങുകയും വിവാഹത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള യോഗം നിലനിൽക്കുകയും ചെയ്യുന്ന സമയം കൂടിയാണ് ഇത്. അപ്പോൾ എന്തുകൊണ്ടും ഈ 3 രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജൂൺ 6-ാം തീയതി വെള്ളിയാഴ്ച ജീവിതത്തിൽ പലതരത്തിലുള്ള നേട്ടങ്ങളും കൈയെത്തിപ്പിടിക്കുവാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.